പ്രിയപ്പെട്ട കുട്ടികളെ, 2026 SSLC IT മോഡൽ എക്സാമിന് വന്ന പ്രാക്ടിക്കൽ ഭാഗത്ത് നിന്നുള്ള ചില ചോദ്യങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം. നമ്മുടെ IT ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ലെസനായ ഇങ്ക്സ്കേപ്പ് ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യമാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. ചോദ്യം ശ്രദ്ധിക്കൂ. Prepare a flashcard using Inkscape software as in the model according to the ഹിൻസ് ഗിവൻ ബിലോ. നമ്മൾ ഈ ഒരു മോഡൽ കാണുന്ന രീതിയിലൊരു ഫ്ലാഷ് കാർഡാണ് തയ്യാറാക്കേണ്ടത്. അതിന് വേണ്ട ഹിൻസ് ചുവടെ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഹിൻഡ്, നമുക്കൊരു റെക്റ്റാങ്കുലർ ബാക്ക്ഗ്രൗണ്ട് ഡ്രോ ചെയ്യണം. അതിന് തന്നിരിക്കുന്ന കളർ കൊടുക്കണം. ദെൻ puppy.jpg എന്ന ഇമേജ് ഇൻക്ലൂഡ് ചെയ്യണം. ദെൻ ഡോഗ് എന്ന ടെക്സ്റ്റും ചെയ്യണം. ഇനി അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ക്സ്കേപ്പ് എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ന്യൂ ഡോക്യുമെൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. തുറന്നു വരുന്ന ജാലകത്തിൽ നമുക്ക് ഇങ്ക്സ്കേപ്പിൻ്റെ ക്യാൻവാസാണ് കാണുന്നത്. അത് നമുക്ക് സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്യാം. മുകളിൽ മെനുവിൽ ക്ലിക്ക് ചെയ്തോ അല്ലെങ്കിൽ താഴെ കാണുന്ന സൂം ഇൻ സൂം ഔട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തോ നമുക്കത് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് ഡ്രോ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആ ഒരു ഫ്ലാഷ് കാർഡിൽ ഒരു റെക്റ്റാങ്കുലർ ഗ്രീൻ കളറിലായിരുന്നു തന്നിരുന്നത്. നമ്മൾ സ്ക്വയർ ടൂൾ എടുക്കുന്നു. സ്ക്വയർ ടൂൾ എടുത്ത് ക്യാൻവാസിനെ കണക്കാക്കി ഒരു റെക്റ്റാങ്കുലർ വരയ്ക്കുന്നു. ശേഷം ചെയ്യേണ്ടത് തന്നിരിക്കുന്ന പിക്ചർ നമ്മൾ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യണം. ഇങ്ക്സ്കേപ്പിലേക്ക് ഒരു പിക്ചർ ഇൻക്ലൂഡ് ചെയ്യാൻ ഓപ്പൺ ഓപ്ഷൻ അല്ല ഉപയോഗിക്കേണ്ടത്, ഇമ്പോർട്ട് ഓപ്ഷൻ ഉപയോഗിക്കുക. ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഹോമിലെ ഇമേജസ് ടെന്നിൽ നിന്നും puppy.jpg സെലക്ട് ചെയ്യുക. അത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയോ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുക. ദെൻ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ഈ ഒരു ഇമേജ് നമുക്ക് ഫ്ലാഷ് കാർഡിൽ തന്നിരിക്കുന്ന മാതൃകയിൽ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇത് ഡ്രാഗ് ചെയ്ത് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഒരു ഫ്ലാഷ് കാർഡിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് ഡോഗ് എന്ന ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് ടൂൾ എടുക്കുക. എവിടെയാണോ അത് വേണ്ടത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ദെൻ ഡോഗ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇനി അതിൻ്റെ സൈസ് അറേഞ്ച് ചെയ്യുകയാണ്. സൈസ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ഷൻ ടൂൾ എടുത്ത് സെലക്ട് ചെയ്യുക. ദെൻ ഡ്രാഗ് ചെയ്ത് സൈസ് വേണ്ട സൈസിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് വെക്കുക. നമ്മുടെ ഫ്ലാഷ് കാർഡിൽ ഡോഗ് എന്ന ടെക്സ്റ്റിന് വൈറ്റ് കളറാണ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മളത് വൈറ്റ് കളറ് സെലക്ട് ചെയ്ത് മാറ്റി കൊടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ഫ്ലാഷ് കാർഡ് ഗ്രൂപ്പ് ചെയ്ത് ഒരൊറ്റ ഇമേജാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ക്യാൻവാസിന് കണക്കായി നമ്മുടെ ഇമേജ് കൊണ്ടുവരണം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസിൽ പോവുക. അവിടെ റീസൈസ് പേജ് ടു കണ്ടൻറ് എന്നതിൽ കാണും. അതിൽ വീണ്ടും ചുവടെയായിട്ട് അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം റീസൈസ് പേജ് ടു ഡ്രോയിങ് ഓർ സെലക്ഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ക്യാൻവാസിന് കറക്റ്റ് സൈസായിട്ട് ആ ഇമേജ് മാറുന്നതാണ്. ഇനി നമ്മൾ ഫയൽ എക്സ്പോർട്ട് ചെയ്യുകയാണ്. ഫയൽ എക്സ്പോർട്ട് ചെയ്യേണ്ടത് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഫയലിൽ എക്സ്പോർട്ട് PNG ഇമേജ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം എക്സ്പോർട്ട് ആസ് കാണും. നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ സേവ് ചെയ്യുക. ഹോമിൽ എക്സാം പ്രോഡക്ട്സിലാണ് നമ്മൾ സേവ് ചെയ്യുന്നത്. നമ്മുടെ രജിസ്റ്റർ നമ്പർ _flashcard.png എന്ന പേരിൽ അത് സേവ് ചെയ്യുക. ശേഷം ആ വിൻഡോ ക്ലോസ് ചെയ്ത് നമ്മുടെ പ്രോഡക്റ്റ് ഹോമിലെ എക്സാം 10 പ്രോഡക്ട്സിൽ സേവ് ആയിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താവുന്നതാണ്. ഇത്രയേ ഉള്ളൂ ഈ ഒരു ഫ്ലാഷ് കാർഡ് തയ്യാറാക്കാനുള്ള സ്റ്റെപ്സ്. അടുത്തതായി ഇങ്ക്സ്കേപ്പിലെ തന്നെ മറ്റൊരു ചോദ്യം നമുക്ക് പരിചയപ്പെടാം. ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാനാണ് ഇങ്ക്സ്കേപ്പ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെയുള്ള ഒരു ലോഗോയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതിന് ഏതാനും ഹിൻസ് നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ ഹിൻസ്, നമ്മളൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാനാണ്. അതിൽ അവോയ്ഡ് ദ ഫിൽ കളർ പാടില്ല. പകരം 7 mm വിഡ്ത്തിൽ ഒരു സ്ട്രോക്കാണ് നമ്മൾ നൽകേണ്ടത്. രണ്ടാമത്തെ ഹിൻഡ് നോക്കാം. നമുക്കൊരു ഷേപ്പ് അതിനുള്ളിലായിട്ട് നൽകിയിട്ടുണ്ട്. ആ ഒരു ഷേപ്പ്, ആ ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഒരു ഇമേജിനും സ്ട്രോക്ക് വൈറ്റ് കളർ 5 mm വിഡ്ത്തിൽ നമ്മളൊരു സ്ട്രോക്ക് നൽകണം. പിന്നെ ഇലക്ട്രിസിറ്റി എന്ന ഫോണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അത് എക്സ്പോർട്ട് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഷോ ആപ്ലിക്കേഷൻ തുറന്നു ഇങ്ക്സ്കേപ്പ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശേഷം ന്യൂ ഡോക്യുമെൻ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക.
ഈ കാണുന്ന ക്യാൻവാസിൽ നമ്മുടെ പിക്ചർ നമുക്ക് വരച്ച് തുടങ്ങാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് ക്യാൻവാസ് നമുക്ക് സൂം ഇൻ സൂം ഔട്ടൊക്കെ ചെയ്ത് റെഡിയാക്കാവുന്നതാണ്. നമ്മുടെ ഇമേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള സൗകര്യത്തിൽ അത് നമുക്ക് സൂം ഔട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ആദ്യം നമ്മൾ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്ത് സർക്കിളാണ് ഡ്രോ ചെയ്യാൻ പോകുന്നത്. കറക്റ്റ് പ്രൊപ്പോർഷനായിട്ട് സർക്കിൾ വരണമെങ്കിൽ നമുക്കറിയാം കൺട്രോൾ കീ പ്രസ് ചെയ്ത് കൊണ്ട് വേണം സർക്കിൾ വരയ്ക്കേണ്ടത്. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ ഫിൽ കളർ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതിന് സ്ട്രോക്ക് വരയ്ക്കേണ്ടതുണ്ട്. സ്ട്രോക്ക് വരയ്ക്കാൻ ഒന്നുകിൽ നമുക്ക് ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയിട്ട് സാധാരണ നമ്മൾ എടുക്കുന്നത് പോലെ ഒബ്ജക്ട്സിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ പോയിട്ട് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇവിടെ കളർ പാലറ്റിൽ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് കളറാണോ ബോർഡർ വരേണ്ടത് അത് കൊടുത്താൽ സ്ട്രോക്ക് വരുന്നതാണ്. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഏത് കളറാണോ ബോർഡറായിട്ട് വരേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക. ഞാൻ ബ്ലാക്ക് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ബോർഡർ വന്നതായിട്ട് കാണാം. ഇനി ഇതിന് ബോർഡറിന് വീതി കൂട്ടണം. 7 mm വിഡ്ത്തിലാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സോ സ്ട്രോക്ക് സ്റ്റൈൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമ്മൾ 7 mm എന്ന് കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സ്ട്രോക്ക് കൊടുക്കുമ്പോൾ ഏത് ഒബ്ജക്റ്റിനാണോ സ്ട്രോക്ക് കൊടുക്കേണ്ടത് ആ ഒബ്ജക്റ്റ് നിർബന്ധമായിട്ടും സെലക്ട് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഇനി 7 mm വിഡ്ത്തിൽ നമ്മളിതിന് സ്ട്രോക്ക് കൊടുക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫിൽ കളർ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഫിൽ കളർ ഒഴിവാക്കാൻ 1-2 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് താഴെ കാണുന്ന ഫിൽ ആൻഡ് സ്ട്രോക്കിൽ ഫില്ലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അത് റിമൂവ് ഫിൽ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്താൽ കളർ റിമൂവ് ആവും. അതല്ലെങ്കിൽ കളർ പാലറ്റിൽ അവസാനം ഈ ഫസ്റ്റിലായിട്ട് കാണുന്ന കളർ പാലറ്റിൽ ഫസ്റ്റിലായിട്ടൊരു ഇൻടു മാർക്ക് കാണുന്നുണ്ട്. അത് സെലക്ട് ചെയ്താലും നമുക്ക് കളർ ഒഴിവാകുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ടത് ഷിഫ്റ്റ് അമർത്തിയിട്ടാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നതെങ്കിൽ സ്ട്രോക്കാണ് പോവുക. ഷിഫ്റ്റ് അമർത്താതെ ഷിഫ്റ്റ് കീ പ്രസ് ചെയ്യാതെ വേണം നമ്മൾ ആ ഒരു ഇൻടു മാർക്ക് ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ഫിൽ കളറാണ് പോവുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ കാണുന്നത് ഈ ഒരു ഷേപ്പിൽ ഒരു ഇമേജ് അതിൻ്റെ ഉള്ളിലൂടെ വരയ്ക്കാനുണ്ട്. ഇനി നമ്മളത് വരയ്ക്കാൻ നോക്കാം. അത് വരയ്ക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബെസിയർ കർവ് ടൂളാണ്. ബെസിയർ കർവ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഓരോരോ നോഡ് സെലക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓരോരോ പോയിൻ്റ് ഇട്ടുകൊണ്ട് നമുക്കത് വരച്ച് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നിങ്ങൾ കാണുന്നത് പോലെ ഞാൻ ഈ ഒരു ഇമേജിൽ കാണുന്നത് പോലെ ഓരോ പോയിൻ്റ് ബെസിയർ ടൂൾ ഉപയോഗിച്ചിട്ട് ഓരോ പോയിൻ്റ് ഇട്ടുകൊണ്ട് ഈ ഒരു ഇമേജ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബെസിയർ ടൂൾ ഉപയോഗിച്ചിട്ട് പല ഷേപ്പുകളും വരയ്ക്കാവുന്നതാണ്. ശേഷം നമുക്ക് വേണ്ട കളർ ഏതാണോ അത് താഴെ നിന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ കളർ അതിൽ ഫില്ലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിന് വൈറ്റ് സ്ട്രോക്ക് കൊടുക്കാനുണ്ട്. ആ ഒരു കളറിന് ഞാൻ സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തുകൊണ്ട് കളർ പാലറ്റിൽ നിന്നും കളറ് സെലക്ട് ചെയ്തു. വൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വിഡ്ത്ത് 5 mm വിഡ്ത്തിലാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് ഇമേജ് ഷേപ്പ് ടൂളൊക്കെ നമുക്കത് ഷേപ്പൊക്കെ ചെയ്യാവുന്നതാണ്. ഇമേജ് കറക്റ്റ് ഫോർമാറ്റിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതൊക്കെയാണ്. ഇനി നമ്മളത് 5 mm വിഡ്ത്തിലോട്ട് അതിൻ്റെ സ്ട്രോക്ക് മാറ്റണം. നമുക്കറിയാം സ്ട്രോക്കിൻ്റെ സ്റ്റൈല് മാറ്റാൻ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്കിൽ നിന്നും നമ്മൾ സ്ട്രോക്ക് സ്റ്റൈലിൽ 5 mm എന്നുള്ളത് ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുക. അതല്ലെങ്കിൽ താഴെ നിങ്ങൾക്ക് ഫിൽ സ്ട്രോക്ക് എന്നുള്ളത് കാണാമല്ലോ. അവിടെ സ്ട്രോക്ക് എടുത്താൽ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ അവിടെ എഡിറ്റ് സ്ട്രോക്ക് എന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോഴും ഈ വിൻഡോയാണ് പ്രത്യക്ഷമാവുക. അപ്പോൾ കറക്റ്റ് 5 mm വിഡ്ത്തിൽ ഞാൻ ആ സ്ട്രോക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഫോണ്ട് അതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഇലക്ട്രിസിറ്റി എന്ന ഫോണ്ടാണ് ഉൾപ്പെടുത്തേണ്ടത്. നമ്മൾ അടുത്തതായിട്ട് ടെക്സ്റ്റ് ടൂൾ എടുക്കണം. ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് നമ്മൾ ആ കാര്യം ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ടെക്സ്റ്റ് ടൂൾ ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ വേണ്ടത് അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇലക്ട്രിസിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക. അതിന് ബ്ലൂ കളറാണ് നൽകിയിരിക്കുന്നത്. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഇലക്ട്രിസിറ്റി എന്ന ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഓക്കെ, നമ്മൾ ഇലക്ട്രിസിറ്റി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈസ് ഒന്ന് കൂട്ടുക. ഇനി നമുക്ക് കളർ പാലറ്റിൽ നിന്നും ബ്ലൂ കളർ സെലക്ട് ചെയ്ത് കറക്റ്റ് കളർ ഏതാണോ അത് നൽകുകയും ചെയ്യാം. ഇതിന് കുറച്ചുകൂടെ ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനത്തെ ലെറ്ററിൻ്റെ അവിടെ കേഴ്സർ വെച്ച് അവസാനത്തിലോ ആദ്യത്തിലോ വെച്ചിട്ട് അതൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് മുകളിൽ നോർമൽ എന്നത് കാണാം. അവിടെ തൊട്ട് താഴെയായിട്ട്
ബോൾഡ്, ഇറ്റാലിക് എന്നൊക്കെ കാണാം. അത് സെലക്ട് ചെയ്ത് നമുക്ക് ആ ഫോണ്ട് ബോൾഡാക്കുകയാണ്. ശേഷം അത് ഗ്രൂപ്പ് ചെയ്യുക. ഗ്രൂപ്പ് ചെയ്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു കറക്റ്റ് ക്യാൻവാസിൻ്റെ ഉള്ളിലോട്ട് നമുക്കത് ക്യാൻവാസിൻ്റെ കറക്റ്റ് സൈസിലോട്ട് ഇമേജിനെ റീസൈസ് ചെയ്യാവുന്നതാണ്. അതിന് ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. അവിടെ റീസൈസ് ഇമേജ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ തൊട്ട് താഴെയായിട്ട് വീണ്ടും റീസൈസ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇമേജ് ക്യാൻവാസിന് കറക്റ്റായിട്ട് മാറിയത് കാണാം. ഇനി നമ്മൾ ഫയലിൽ എക്സ്പോർട്ട് PNG ആണ് നൽകേണ്ടത്. ഫയലിൽ ക്ലിക്ക് ചെയ്യുക, എക്സ്പോർട്ട് PNG കൊടുക്കുക. എക്സ്പോർട്ട് ആസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം എവിടെയാണോ നമ്മൾ സേവ് ചെയ്യേണ്ടത്, നമുക്ക് എക്സാം പ്രോഡക്ട്സിൽ സേവ് ചെയ്യാനാണ് പറയുന്നത്. സോ എക്സാം പ്രോഡക്ട്സിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ _ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇലക്ട്രിസിറ്റി എന്ന പേരിലാണ് ഇത് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് പേരിലാണോ സേവ് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ പേരിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ശേഷം നേരത്തെ ചെയ്തതുപോലെ ഹോമിലെ എക്സാം പ്രോഡക്ട്സിൽ നമ്മൾ സേവ് ചെയ്ത ഇലക്ട്രിസിറ്റി എന്ന ഫയൽ അവിടെ ഉണ്ടോ എന്നത് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ.